നിങ്ങൾ തൃശ്ശൂരുള്ള TJM ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? TJMൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട്, അതും നിർമ്മാണ വിലയിൽ. കഴിഞ്ഞ 31 വർഷമായി TJM ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട്. അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം. TJM ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ. വടക്കാഞ്ചേരി എങ്കക്കാട് നടന്ന നീഫെസ്റ്റ് 10 ദേശീയ ചിത്രകലാ ക്യാമ്പിലെ കലാസൃഷ്ടികളുടെ പ്രദർശനം ആരംഭിച്ചു. എങ്കക്കാട് നിദർശനയിൽ ശനിയാഴ്ച ആരംഭിച്ച പ്രദർശനം കാണാൻ നിരവധി കലാസ്നേഹികളാണ് എത്തിച്ചേരുന്നത്. ഇന്ത്യൻ ചിത്രകലയുടെ വൈവിധ്യം വിളിച്ചോതുന്ന 40ഓളം സൃഷ്ടികളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. എങ്കക്കാട് നിദർശനയിൽ ശനിയാഴ്ച ആരംഭിച്ച പ്രദർശനം ഞായറാഴ്ച സമാപിക്കും. ദേശീയ ചിത്രകലാ ക്യാമ്പിൽ പങ്കെടുത്ത 20 അംഗങ്ങളും തദ്ദേശീയരായ കലാകാരന്മാരും ഫൈൻ ആർട്സ് കോളേജ് വിദ്യാർത്ഥികളുമടക്കം 30ഓളം പേരുടെ സൃഷ്ടികളാണ് പ്രദർശനത്തിലുള്ളത്. എങ്കക്കാടിന്റെ ഗ്രാമീണ സൗന്ദര്യം, സമകാലിക സാമൂഹ്യ വിഷയങ്ങളും പ്രമേയമാക്കിയ 40ഓളം ചിത്രങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വസിഷ്ഠ് കുമാർ, വെങ്കണ്ണ, പ്രദീപ് കുമാർ, ആലോക് ബാൽ, ചന്ദ്ര ഭട്ടാചാര്യ, ഡിബിൻ തിലക്, ഗായത്രി ഗാമൂസ്, കോദാണ്ട റാവു, കെ മുരളീധരൻ, സുരജ KS എന്നിവരുടെ ശ്രദ്ധേയമായ രചനകൾ പ്രദർശനത്തിന്റെ ആകർഷണമാണ്. സിമെന്റിലും കല്ലിലും തീർത്ത ശില്പങ്ങളും ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ടെന്ന് നിറച്ചാർത്ത് അംഗം ദാസ് വടക്കാഞ്ചേരി പറഞ്ഞു. നിറച്ചാർത്തിന്റെ 10ാം പതിപ്പായ നീഫെസ്റ്റ് എന്നിന്റെ പങ്കെടുത്ത 20ഓളം ആർട്ടിസ്റ്റുകളുടെ ചിത്രപ്രദർശനമാണ് എങ്കക്കാട് നിദർശനയിൽ ഇന്നും നാളെയായിട്ട് നടക്കുന്നത്. 11 പേരോളം കേരളത്തിന് പുറത്തു നിന്നും 9 പേരോളം കേരളത്തിൻ്റെ അകത്തു നിന്നും ഉള്ള ചിത്രകാരന്മാരാണ് പങ്കെടുത്തിരിക്കുന്നത്. ഇവരെ കൂടാതെ ഇംഗ്ലണ്ടിൽ നിന്നും വന്ന മാൽക്കം എന്ന ആർട്ടിസ്റ്റ് ഉൾപ്പെടെ ഗസ്റ്റായിട്ട് വന്ന 7 പേര്, തദ്ദേശീയരായിട്ടുള്ള 7 പേരുടെ ചിത്രങ്ങൾ കൂടി ഇവിടെ ഇതിനോടൊപ്പം പ്രദർശിപ്പിക്കുന്നുണ്ട്. വരുന്ന വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജിൽ പ്രദർശനം ഉണ്ടായിരുന്നത്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനം. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ JJ ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.